ട്രിവാൻഡ്രത്ത് നിങ്ങളൊരു വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് സിറ്റിയിലെ റഷിൽ നിന്നും ട്രാഫിക്കിൽ നിന്നൊക്കെ മാറി കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായാലോ? യെസ്, സ്കൈയാർക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 18 സെന്റിൽ വരുന്ന 4200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ലക്ഷറിയസ് ട്രഡീഷണൽ ഹൗസ് ആണ്. ആൻഡ് ഇതൊരു ഈസ്റ്റ് ഫേസിംഗ് ഹൗസ് ആണ്. ഈ ഒരു വീടിന്റെ അപ്രോക്സ് ഫ്രണ്ടേജ് ഏരിയ എന്ന് പറയുന്നത് 50 മീറ്റേഴ്സ് ആണ്. ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷന് ചുടുകല്ലും ആറ്റുമണലും ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മളെ വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതൊരു പക്ക ട്രഡീഷണൽ ഹൗസ് ആണ്. ആൻഡ് ഈ ഒരു വീടിന്റെ റൂഫിൽ ഓട് പാകിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സോപാനം ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറിനെ കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കുന്നു. ഒരു വിശാലമായിട്ടുള്ള മുറ്റം നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്രണ്ട് യാർഡില് ഇന്റർലോക്ക് ആണ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ ഒരു കവേർഡ് കാർ പാർക്കിങ്ങും പിന്നെ 6 തൊട്ട് 8 കാർ വരെ ഒരേ സമയം ഈ ഒരു മുറ്റത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. 2 സെക്യൂരിറ്റി ഗേറ്റ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് 3 വാട്ടർ ടാപ്പിന്റെ പ്രൊവിഷൻ അവൈലബിൾ ആണ്. വീടിന്റെ പുറകുവശത്ത് നമുക്കൊരു കിണർ കാണാൻ പറ്റും. വാട്ടറിന്റെ പ്രൊവിഷൻ ഇവിടെ കിണറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് കളർ ടോൺ ആണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറിന് കൊടുത്തേക്കുന്നത്. നമ്മുടെ ആറ്റിങ്ങൽ സിറ്റിയുടെ തിരക്കിന്നും ആ ഒരു റഷിന്നും ഒക്കെ മാറി ഒരു ഗ്രാമത്തിന്റെ അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലത്താണ് ഈ ഒരു വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. വെറും 50 മീറ്റേഴ്സ് മാത്രമേ ഈ ഒരു സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് ഈ ഒരു ഹൗസിലോട്ട് വരുന്നുള്ളൂ. ഈ ഒരു ഹൗസിന്റെ നിയറസ്റ്റ് ആയിട്ട് പല പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. 7 പല സ്കൂളുകളാണ് ഈ ഒരു വീടിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. ആലംകോട് കോളേജ്, ആറ്റിങ്ങൽ കോളേജ്, നഗരൂർ രാജധാനി കോളേജ് ഇവയെല്ലാം ഈ ഒരു വീടിന്റെ നിയറസ്റ്റ് ആയിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന കോളേജസ് ആണ്. ഈ ഒരു ഹൗസിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ആറ്റിങ്ങലിനടുത്ത് വെള്ളംകുള്ളിയിലാണ്. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ സിറ്റ് ഔട്ട് സ്പേസിലോട്ട് മൂവ് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഗ്രിൽ ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ടോട്ടൽ 5 പില്ലേഴ്സ് നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിനും വുഡൻ ഡിസൈൻ ആണ്. സിറ്റ് ഔട്ട് സ്പേസിൽ 300 സ്ക്വയർ ഫീറ്റ് ആണ്. ആൻഡ് ഈ ഒരു വാളിൽ നമുക്ക് ഗ്രേ ആൻഡ് യെല്ലോ കളറിലുള്ള ഒരു വാൾ പാറ്റേൺ കാണാൻ പറ്റും. ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ് എന്താന്ന് പറയുന്നത് ഇതിന്റെ സിറ്റ് ഔട്ട് സ്പേസ് തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ഫാമിലി ഗ്യാതറിങ്ങിനും ഫാമിലി ആയിട്ട് ക്വാളിറ്റി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ആൻഡ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും വന്നിരുന്ന് കുറച്ച് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഹോംവർക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ്. ഓവറോൾ നമുക്കൊരു കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു നല്ല കാറ്റും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറും തരുന്നുണ്ട്. നമ്മളിനി മൂവ് ചെയ്യുന്നത് ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ ഒരു ബെഡ്റൂമിലോട്ട് ആക്സസ് ഉണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മിനിമൽ ബെഡ്റൂം ആണിത്. 182 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഹൗസിന്റെ എല്ലാ റൂംസിനും വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് വരുന്നത്. 7 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിന്റെ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ഹീറ്റർ പോയിന്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹൗസിന്റെ ലിവിംഗ് ഏരിയയിലോട്ട് മൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ്. തേക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഡോറിന്റെ പണി തീർത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വീട്ടിലെ എല്ലാ ഡോർസും വിൻഡോസും തേക്ക് വെച്ചിട്ടാണ് പണി തീർത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് ഡോറിന്റെ ഹാൻഡ് ലോക്ക് ഫിജി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടുത്തെ ലേഔട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലിവിങ് ഏരിയ പ്ലസ് ഒരു ഡൈനിങ് ഏരിയ, ഒരു കിച്ചണും 3 ബെഡ്റൂമും, അതിലൊരു ബെഡ്റൂം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ബാത്റൂമുമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ ഒരു ബാത്റൂം കോമൺ ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് നമുക്ക് കിച്ചണും അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ സ്പേസും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലിവിങ് ഏരിയയിലാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണിത്.
ആൻഡ് ഇവിടെ നമുക്കൊരു ഷോക്കേസ് കാണാൻ പറ്റും. ഈ ഒരു വീട് വളരെയധികം സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ കുറേയേറെ ഫർണിച്ചേഴ്സും ഈ ഒരു വീട്ടിൽ വെക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. 360 സ്ക്വയർ ഫീറ്റ് ആണ് ലിവിങ് ഏരിയയിൽ വരുന്നത്. ആൻഡ് ഈ ഒരു ലിവിങ് ഏരിയ തന്നെ പാർട്ടിഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിങ് റൂമിൻ്റെ കോർണറിലായിട്ടാണ് ഇവിടുത്തെ കോമൺ ബാത്റൂം വരുന്നത്. 7 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു വാട്ടർ ടാപ്പിൻ്റെ പ്രൊവിഷൻ കാണാൻ പറ്റും. ലിവിങ് ഏരിയയിൽ ഡയറക്റ്റ് സൺലൈറ്റ് വരുന്ന ഒരു പെർഗോള ടൈപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ സ്പേസ് ഗ്ലാസ് വെച്ച് കവേർഡ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. തീരെ പഴക്കമില്ലാത്ത വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടാണിത്. ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള വാഷ് ബേസിൻ സ്പേസ് കാണാൻ പറ്റും. അല്ല, അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. നമുക്ക് ബെഡ്റൂമിലോട്ട് മൂവ് ചെയ്യാം. ഇതാണ് ഈ ഒരു ഹൗസിൻ്റെ സെക്കൻഡ് ബെഡ്റൂം. ഒരു ക്യൂട്ട് ആൻഡ് മിനിമൽ ആയിട്ടുള്ള ബെഡ്റൂം ആണിത്. ഈ ഒരു വീടിൻ്റെ എല്ലാ ബെഡ്റൂംസിലും AC പോയിന്റ്സ് അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ് വരുന്നത്. 7 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ മിറർ സ്പേസും കാണാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് മൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം. ഇത് വീടിൻ്റെ ഫ്ലോറിങ്ങിന് 2x2 സൈസിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് നല്ലൊരു മിനിമൽ ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് മൂവ് ചെയ്യാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ഏരിയ. 165 സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയയിൽ വരുന്നത്. ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് വരുന്ന ഒരു പെർഗോള ടൈപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ കോർണറിൽ നമുക്കൊരു വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെറ ആൻഡ് സൊറോണ എന്ന് പറയുന്ന ബ്രാൻഡ്സ് ആണ് ഈ ഒരു വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ കിച്ചണിലോട്ട് മൂവ് ചെയ്യാം. ഇതാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ. ഒരു മിനിമൽ ആയിട്ടുള്ള കിച്ചണാണിത്. ഇവിടെ നമുക്ക് ടോപ്പ് ക്യാബിനറ്റും അണ്ടർ സ്ലാബ് ക്ലോസിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിലാണ് ഈ ഒരു കിച്ചൻ്റെ ബാക്ക് സ്പ്ലാഷ് ചെയ്തേക്കുന്നത്. ടോപ്പ് ക്യാബിനറ്റിൽ നമുക്ക് അതിൻ്റെ കൂടെ ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസും കാണാൻ പറ്റും. ഈ ഒരു കിച്ചണിൽ വുഡും ഗ്ലാസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മഹാഗണിയാണ് ഈ ഒരു കിച്ചൻ്റെ വുഡ് വർക്ക്സിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചന് മൊത്തത്തിൽ 204 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഒരു സിങ്കിൻ്റെ പ്രൊവിഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിലൊരു വാട്ടർ ടാപ്പാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു വീട്ടിൽ 3 ഫേസും സിംഗിൾ ഫേസും ഇലക്ട്രിക്കൽ കണക്ഷൻ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ വയറിങ്ങിനും ഫിറ്റിങ്ങിനും V-ഗാർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത്. ഒരു ചെറിയ വർക്ക് ഏരിയ ആണിത്. ഈ ഒരു വർക്ക് ഏരിയയിൽ നമുക്ക് അടുപ്പിൻ്റെ പ്രൊവിഷൻ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്കൊരു വാട്ടർ ടാപ്പും അവൈലബിൾ ആണ്. വർക്ക് ഏരിയയ്ക്ക് 80 സ്ക്വയർ ഫീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് ഏരിയയിലെ അണ്ടർ സ്ലാബ് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. വൈറ്റ് കളർ ബാക്ക് സ്പ്ലാഷ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് മൂവ് ചെയ്യാം. ലിവിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആക്സസ് ചെയ്യാനുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റീൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ. ഇവിടെ നമുക്കൊരു ലിവിങ് ഏരിയ, 2 ബെഡ്റൂം ആൻഡ് ഒരു ബാൽക്കണിയാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയ്ക്ക് 324 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് 2 ബെഡ്റൂംസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒരു മിനിമൽ ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണിത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പോലെ തന്നെ സെയിം ലൈറ്റ് ബ്ലൂ കളറാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വാഷ് ബേസിൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു വീടിൻ്റെ ഫ്ലോറിങ്ങിന് 2x2 സൈസിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി സ്പേസിലോട്ട് മൂവ് ചെയ്യാം. ഇതാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി സ്പേസ്. ഈ ഒരു ബാൽക്കണിയുടെ പില്ലറിൽ നമുക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അതുപോലെ ഒരു സിറ്റ് ഔട്ട് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് സ്പേസിനും ബാൽക്കണി സ്പേസിനും കൂടി 210 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റിങ്ങിനായിട്ട് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് മൂവ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം ആണ്. ഇവിടുത്തെ ലോഫ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് വരുന്നത്. 7 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ഒരു വാഷ് ബേസിനും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലോട്ട് മൂവ് ചെയ്യാം. ഇതാണ് ഈ ഒരു വീടിൻ്റെ ഫൈനൽ ബെഡ്റൂം. ഇതൊരു മിനിമൽ ആയിട്ടുള്ള ബെഡ്റൂം ആണ്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. 7 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഹൗസിൻ്റെ ഔട്ടർ സ്പേസിലോട്ട് പോവാം. ഇതാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ഔട്ടർ സ്പേസ്. നിങ്ങളിപ്പോൾ ഈ ഒരു വീട് ഫസ്റ്റ് ഫ്ലോർ മാത്രമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കിച്ചണും വർക്ക് ഏരിയയും ബിൽഡ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 1000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്കും ഇവിടെ അവൈലബിൾ ആണ്. NH-MC റോഡിൽ നിന്ന് 4 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ്, മാർക്കറ്റ്, KCB ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ഓഡിറ്റോറിയം തുടങ്ങിയവയെല്ലാം ഈ ഒരു വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയയിലെ ലാൻഡ് വാല്യൂ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പേഴ്സൺ 4 lakhs ആണ്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 99 lakhs ആണ്. ഈ ഒരു വീടിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 99 ലക്ഷമാണ്. ആൻഡ് ഈ ഒരു വീട് നിങ്ങൾക്ക് മൊത്തമായിട്ടോ അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്ത് ഗ്രൗണ്ട് ഫ്ലോറും ടോപ്പ് ഫ്ലോറും ആയിട്ട് മേടിക്കാം. അങ്ങനെ വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന് വരുന്ന വില എന്ന് പറയുന്നത് 65 lakhs ആണ്, അതായത് 65 ലക്ഷം. ഫസ്റ്റ് ഫ്ലോറിന് വരുന്നത് 47 lakhs ആണ്, അതായത് 47 ലക്ഷം. ഇനി ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് വീഡിയോയുടെ അവസാനം ഓർഡറിൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീടും ഇതുപോലെ മാർക്കറ്റ് ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യുക.